നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. വൈശാഖ മാസത്തിൻ്റെ പുണ്യവും പ്രാധാന്യവും എല്ലാവർക്കും എന്നാൽ കഴിയും വിധം പറഞ്ഞു തന്നുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. അറിയാത്തവർ അത് കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വൈശാഖ മാസത്തിലെ മറ്റൊരു പ്രധാന വിശേഷം പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ. ഈ വർഷത്തെ വൈശാഖ മാസത്തിൽ, അതായത് 2026 ഏപ്രിൽ 21 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സാധാരണ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിക്കും സുബ്രഹ്മണ്യനും വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. കൂടാതെ ഈ വർഷം ഏപ്രിൽ 21 ചൊവ്വാഴ്ച പഞ്ചമി തിഥിയും കൂടി ചേർന്ന് വരുന്ന ദിവസമായതുകൊണ്ട് വളരെ അപൂർവം വരുന്നതാണ്. അതിനാൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. വൈശാഖ മാസത്തിൽ ചൊവ്വാഴ്ച ദിനത്തിൽ പഞ്ചമി തിഥിയും ചേർന്ന് വരുന്നത് വളരെ ഐശ്വര്യവും പുണ്യവും നിറഞ്ഞ ദിവസമായി കണക്കാക്കുന്നു. വൈശാഖ മാസത്തിൽ ചെയ്യുന്ന എല്ലാ പൂജകളും പ്രാർത്ഥനകളും പുതിയ തുടക്കങ്ങളും എല്ലാം വളരെ ഐശ്വര്യപൂർണവും വിജയപ്രദവും ആയിത്തീരുമെന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ള വൈശാഖ മാസത്തിൽ പഞ്ചമി തിഥി ചേർന്ന് വരുന്ന ചൊവ്വാഴ്ച ദിനം നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ മാറ്റങ്ങളുടെ തുടക്കമാണെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാം. ദേവീ ദർശനം ഏപ്രിൽ 21 പ്രത്യേകിച്ച് വരാഹി ദേവി ക്ഷേത്ര ദർശനം ചെയ്ത് പൂർണ്ണ വിശ്വാസത്തോടെ നാളികേര ദീപം തെളിയിക്കുന്നത് സകല സമ്പദ് സമൃദ്ധിയും സകല ഐശ്വര്യങ്ങളും കൊണ്ടുവരും. വരാഹി ദേവിയെ ദർശിച്ച് തൊഴുത് നാളികേര വിളക്ക് വെച്ചാൽ ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ തീരെ സാധിക്കാത്തവർ അടുത്തുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് തെളിയിച്ച് കടും പായസം വഴിപാടായി നടത്തുക. ഇത് ധനം വർദ്ധിക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സന്ധ്യാസമയത്ത്, അതായത് വൈകിട്ട് 6:15 7:30 ഇടയ്ക്കുള്ള സമയം ഗൃഹത്തിലും നാളികേര ദീപം തെളിയിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിവേദ്യമായി മാതള നാരങ്ങയുടെ അല്ലികൾ ശുദ്ധമായ തേൻ ചേർത്ത് വയ്ക്കുക. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങളാവും നമ്മളെ തേടിയെത്തുക. കൂടാതെ സുബ്രഹ്മണ്യനും പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ട് വെറ്റില ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഓം ശരവണഭവ എന്ന മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുക. എന്താഗ്രഹമാണോ നമ്മുടെ നടക്കേണ്ടത്, ഏത് നല്ല ആഗ്രഹമാണോ നമ്മുടെ നടക്കേണ്ടത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 108 തവണ ചൊല്ലുക. സ്വന്തമായി വീട് വയ്ക്കാനും വാങ്ങിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് സാധിക്കുവാൻ വെറ്റില ദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ശത്രുദോഷം മാറാനും കടങ്ങൾ നീങ്ങി ഐശ്വര്യമുണ്ടാവാനും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി ചുവന്ന ചെമ്പരത്തിമാല ദേവിക്ക് ചാർത്തി പ്രാർത്ഥിക്കുക. എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും. എല്ലാവർക്കും ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.